മാലാഖയല്ല കുഞ്ഞ് 4 പേർക്ക് ജീവൻ കൊടുത്തു. അതൊരു വലിയ സംഭവമാണ്. ഇന്ന് പുലർച്ചെ തന്നെ കുഞ്ഞ് ആലിൻ ഷെറിനെ ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ 100 കണക്കിന് പേരാണ് മല്ലപ്പള്ളി ഹോളി ഇമാനുവേൽ CSI ചർച്ച് ചാപ്പലിലേക്ക് എത്തിയത്. ഭൗതികദേഹം സൂക്ഷിച്ചിരുന്ന മല്ലപ്പള്ളി റവറൻ ജോർജ് മാത്തൻ മിഷൻ ആശുപത്രി കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു ചാപ്പൽ. ആലിന്റെ മാതാവ് ഷെറിന്റെ ഇടവക ദേവാലയ ചാപ്പലിൽ ഭൗതികദേഹം എത്തിച്ചപ്പോൾ കണ്ടുനിന്നവർക്കും സങ്കടമടക്കാനായില്ല. വിരുമ്പുന്ന മുത്തച്ഛനെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ ബന്ധുക്കൾ വിഷമിച്ചു. ചാപ്പലിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഭൗതികദേഹം മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളിയിലെ ഭവനത്തിലേക്ക് എത്തിച്ചു. ഇവിടെയും 100 കണക്കിന് പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. നാല് പേർക്ക് പുതുജീവൻ ഏകിയാണ് കുഞ്ഞ് ആലിൻ ഷെറിന്റെ മടക്കം. നമുക്കാണെങ്കിലും ഇതുപോലെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാം. പരസ്പരം നമ്മൾ സാമ്പത്തികമായി സഹായിക്കുന്നതിലൊക്കെ എത്രയോ വലുതാണിത്. അതുകൊണ്ടിത് ഒരു നല്ല മാതൃക. ഇതിപ്പോൾ നാട്ടുകാർക്ക് മാത്രമല്ല, ലോകത്തിന് മൊത്തം. കുഞ്ഞ് ഒരു 4 പേരിലൂടെ വീണ്ടും ജീവിക്കുന്നുണ്ടല്ലോ. അവർക്ക് അപ്പം ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നില്ലല്ലോ ഒരിക്കലും. 4 പേരിലൂടെ ജീവിക്കുന്നത് തന്നെയാണ് അവരുടെ മാതൃകയാണ്. അതെ, ഇതുപോലെ നമ്മൾ പലരും ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ്. കുടുംബാംഗങ്ങളുടെ സമ്മതപ്രകാരം സർക്കാർ സംവിധാനമായ കെസോട്ടോ വഴിയാണ് അവയവദാനം നടത്തിയത്. കണ്ടു കൊതിതീരും മുമ്പ് തങ്ങളിൽ നിന്നും പറന്നകന്ന ഏകമകളെ നോക്കി ഭൗതികദേഹത്തിന് സമീപം ഇരിക്കുന്ന അരുൺ എബ്രഹാമും ഷെറിൻ ആൻ ജോണും ഏവർക്കും നൊമ്പരമായി. ഭയങ്കര സഹിക്കാൻ വയ്യാത്ത പോലെ ഒരു കുഞ്ഞൊരു മാലക കുഞ്ഞ് കിടക്കുന്ന പോലെ ആ കുഞ്ഞ് 4 പേരിലൂടെ ആ കുഞ്ഞിൻ്റെ ജീവൻ വളരുന്നുണ്ട്. അനേകം മൃതദേഹങ്ങൾ കാണാൻ പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കണ്ണു നിറച്ച ഒരു സംസ്കാര ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. മാലാഖയല്ല കുഞ്ഞ് 4 പേർക്ക് ജീവൻ കൊടുത്തു. അതൊരു വലിയ സംഭവമാണ്. ഉച്ചതിരിഞ്ഞ് 3:30 നെടുങ്ങാടപ്പള്ളി CSI ദേവാലയത്തിൽ സംസ്കാര ചടങ്ങ് നടക്കും. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക. റിപ്പോർട്ടർ, പത്തനംതിട്ട.